ഹലോ അസ്സലാമലൈക്കും, നമസ്കാരം. ഞാനിന്ന് കൈനിക്കരയിലുള്ള കൈനിക്കര ഇൻഡിപെൻഡൻസ് സംഘടിപ്പിക്കുന്ന താരലേലം ആ പരിപാടിയിലാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ വീഡിയോസുമായി നമുക്ക് പോവാം. ഓക്കെ, ക്ലബ് മെമ്പർമാരും എത്രയും പെട്ടെന്ന് സദസ്സിലെത്തിച്ചേരണമെന്നായിരിക്കുന്നു. ഹലോ ഹലോ തൃപ്പങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് കലാ കായിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായി കൊണ്ടിരിക്കുന്ന ഇൻഡിപെൻഡൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് കൾച്ചർ ക്ലബിന്റെ പ്രീമിയർ ലീഗിന്റെ താരലേലം ഏതാനും നിമിഷങ്ങൾക്കകം കൈനിക്കരയിൽ പ്രൗഢമാകുകയാണ്. പ്രീമിയർ ലീഗിൽ പങ്കെടുക്കുന്ന മുഴുവൻ മാനേജർമാരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സീറ്റിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇൻഡിപെൻഡൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 2026 പ്രീമിയർ ലീഗിന്റെ താരലേലം ഏതാനും നിമിഷങ്ങൾക്കകം ഇതാ ആരംഭിക്കുകയായി. താരനിബിഡമായ 4 ടീമുകൾ മാറ്റുരയ്ക്കുന്നു. സ്റ്റാർ 11 കൈനിക്കര, വാരിയേഴ്സ് FC കൈനിക്കര, സൈബർ കൈനിക്കര, ബറ്റാലിയൻസ് കൈനിക്കര. ഏതാനും നിമിഷങ്ങൾക്കകം ഈ 4 ടീമുകൾക്ക് വേണ്ടി ആരൊക്കെ ബൂട്ടണിയുമെന്ന്, ആരൊക്കെ ക്രിക്കറ്റ് കളിക്കും, ആരൊക്കെ സ്വിമ്മിങ്ങിന് തയ്യാർ. വാരിയേഴ്സ് ടീം മാനേജർ ജുനൈ, നമ്മുടെ മുതിർന്ന ആളുകൾക്ക് കസാര നൽകി പ്രിയപ്പെട്ട ക്ലബ്ബ് പ്രസിഡന്റ് മുസ്തഫ ചോരയിൽ, ക്ലബിന്റെ രക്ഷാധികാരികളായിട്ടുള്ള നൗഷാദ് പട്ടത്തൂർ, സുബൈർ, KPL-മായി ബന്ധപ്പെട്ട് ഇന്നത്തെ താരലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുള്ള മാനേജേഴ്സ്, ക്യാപ്റ്റൻസ്, ഐക്കൺ പ്ലേയേഴ്സ്, ക്ലബിന്റെ മറ്റു മെമ്പർമാർ, അതുപോലെ തന്നെ നമ്മളെ മുതിർന്ന അനീഫാക്ക, റഷീദാക്ക, കുഞ്ഞിപ്പാക്ക, വാപ്പാക്ക, ലത്തീഫാക്ക അടക്കമുള്ള മുതിർന്ന ആളുകൾ, നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഇൻഡിപെൻഡൻസ് ക്ലബിന് കീഴിൽ പ്രീമിയർ ലീഗ് നടത്തി വരാറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. അത് ഓരോ വർഷവും അതിൻ്റെ മാറ്റി കൂടി വരുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്ര വിപുലമായിട്ടൊരു പരിപാടി ഇപ്രാവശ്യം പ്ലാൻ ചെയ്തത്. സത്യത്തിൽ നോമ്പും അതുപോലെ തന്നെ ഇലക്ഷനൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് നീണ്ടുപോയി. ഈ മെയ് മാസത്തേക്ക് ഇത് കടന്നുപോയത്. നമ്മളൊരു സാധാരണ ജനുവരി ഫെബ്രുവരി മാസങ്ങളാണ് നടക്കാറ്. ലേറ്റ് ആവാനുള്ള കാരണം അതാണ്. എങ്കിലും ഈ മഴ ഒരു വേനൽ മഴ ആയിട്ട് നമുക്ക് ഒരു മാസം എല്ലാം ഭംഗിയായി നടത്താൻ സാവകാശം കിട്ടുന്ന പ്രതീക്ഷയോട് കൂടി നമുക്ക് മുന്നോട്ട് പോവാം. ഇന്നിവിടെ നടക്കാനിരിക്കുന്നത് താരലേലാണ്. ഏകദേശം 180 പ്ലേയേഴ്സാണ് നമ്മൾ ഈ പ്രീമിയർ ലീഗിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമ്മളൊരിക്കലും ഇത്തരം ഒരു പിന്തുണ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ നമ്മളൊരു പ്ലാൻ ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലത്തെ എല്ലാ ഒരു 10 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാർ ഇത് ഏറ്റെടുത്തതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ രജിസ്ട്രേഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വലിയൊരു പോസിറ്റീവാണ്. കാരണം ഞങ്ങളിത് തുടങ്ങുന്ന സമയത്ത് ഇത് എങ്ങനെയാവും, എവിടെ എത്തും, കാരണം ഇപ്രാവശ്യം തികച്ചും ഡിജിറ്റലായിട്ടാണ് രജിസ്ട്രേഷനൊക്കെ നടത്തിയത്. വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നത് എവിടെ എത്തിച്ചേരുന്നൊക്കെ. അത് നമ്മൾ സമയബന്ധിതമായിട്ട് ഒരാഴ്ചക്കുള്ളിൽ 180 രജിസ്ട്രേഷനും ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഘട്ടമാണ് താരലേലം. അതിന് ഏകദേശം ഐക്കൺ പ്ലേയേഴ്സ് ഓരോ ഐറ്റത്തിലും ഓരോ ടീമിനും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതലൊന്നും പറയണില്ല. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമഗ്രമായ ഒരു എല്ലാ ഇവന്റ്സും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഇത്ര വിപുലമായിട്ടൊരു പ്രീമിയർ ലീഗ് നടത്തുന്നത് 2ാമത്തെ തവണയാണ്. നമ്മളൊരു 5-7 വർഷം മുമ്പൊക്കെ ആയിട്ട് ഫുട്ബോളും ക്രിക്കറ്റും വോളിബോളും ബാഡ്മിൻ്റനും ഒക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ടും ഗ്രൂപ്പായിട്ടൊരു ഓവറോൾ ചാമ്പ്യൻസ് എന്ന രീതിക്ക് ഒരു റോളിംഗ് ട്രോഫിക്ക് വെച്ചിട്ട് നടത്തുന്നത് 2024 മുതലാണ്. നമുക്ക് പ്രത്യേകം ഓർത്തെടുക്കുന്ന ഒരു പേര്, അദ്ദേഹത്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ ടൂർണമെൻറ്റ് നടത്തി പോരുന്നത്.
നമ്മളെ പ്രിയപ്പെട്ട ഫസ്ലുക്ക 2024 പ്രീമിയർ ലീഗ് തുടക്കത്തിൽ ഒരാഴ്ച മുമ്പ് വരെ അതുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ടിൻ്റെ സൗകര്യം ഒരുക്കുന്നതിന് നമ്മൾ പെരുന്തല്ലൂർ ഭാഗത്തൊക്കെ പോയിട്ട് കഴുങ്ങൊക്കെ വെട്ടിക്കൊണ്ടാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഡിസംബർ 31 കറക്റ്റ് ആ പെരുന്തല്ലൂർ പോണത്. അന്ന് ജനുവരി 11 നമ്മൾ പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ജനുവരി 11 അദ്ദേഹം യാദൃശ്ചികമായിട്ട് മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് നമ്മൾ ഈ ഒരു ഇവൻസ് ആ ഒരു വർഷം മുതൽ നടത്തി വരുന്നത്. കാരണം അത്രമേൽ നമ്മളുമായിട്ട് കളിയുമായിട്ടൊരു ബന്ധപ്പെട്ടിരുന്ന ഒരു ആളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ഈ ഒരു പ്രീമിയർ ലീഗിന് ഉൾപ്പെടുത്താനുള്ള കാരണം. അപ്പോൾ ഏതായാലും ആ ഒരു വർഷം 2024 നമ്മളെ ചാമ്പ്യൻസ് ആയിട്ടുള്ളത് ബറ്റാലിയൻസ് ആണ്. ജസീൽ മാനേജറായിട്ടുള്ളത്. അവർ ഇപ്രാവശ്യം നമ്മളെ പ്രീമിയർ ലീഗിലുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇപ്രാവശ്യം എന്ന് തീരുമാനിക്കേണ്ട ഒരു സമയമാണ്. തിരിച്ചേൽപ്പിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, അതാണ് വൈകിയത്. പരിപാടിക്ക് ആശംസകൾ പരിപാടി ക്ലബിന്റെ രക്ഷാധികാരി നൗഷാദ് പട്ടത്തൂരിനെ ക്ഷണിക്കുന്നു. സുബൈർ എന്തിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭാരവാഹികളെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. മുസ്തഫ ചോലയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലബ്ബ് എന്ത് തുടങ്ങി വെച്ചാലും അത് വൻ വിജയമാകുമെന്ന് ഇരിക്കുന്ന എല്ലാവരുടെയും സമ്മതത്തോടു കൂടെ ഈ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാറുണ്ട്. നമ്മുടെ ആദ്യമായിട്ട് ഒരു പ്ലേയേഴ്സിനെ വിളിക്കുന്നത് 100 രൂപയ്ക്കാണ്. എല്ലാ മാനേജർമാരും പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിങ് കോൾ ₹100. 1000 എത്തിയാൽ പിന്നെ വിളി 1200 അവിടുന്ന് 1000 കഴിഞ്ഞാൽ പിന്നെ 200, 2000 കഴിഞ്ഞാൽ പിന്നെ 300, 3000 ആയി കഴിഞ്ഞാൽ ലേലം. ഒരേ 1000 വിളിക്കുകയാണെങ്കിൽ അത് ലോട്ടിലൂടെ തീരുമാനിക്കും. ആ ക്ലബിന് ആ 3000 രൂപ നഷ്ടപ്പെടുക. ആർക്കാണ് ലോട്ട് കിട്ടുന്നത് അവർക്ക് ആ എമൗണ്ട് നഷ്ടപ്പെടും. കീപ്പർമാരെ പരിചയപ്പെടുത്തുകയാണ്. അത് ആദ്യത്തെ ലോട്ട് കീപ്പർമാരാണ്. അത് നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കുന്നത്. കീപ്പർമാരെ പരിചയപ്പെടുത്തുകയാണ്. മുജീബ് കുട്ടി എല്ലാവർക്കും അറിയാം. ഇപ്പോ ാണ് സെയ്യറിന് എല്ലാവർക്കും അറിയാം. സെയ്യറിനെ വാരിയേഴ്സാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യനായത് ബറ്റാലിയൻസ് ആണ്. ബറ്റാലിയൻസിന് വേണ്ടി ഇപ്രാവശ്യം യാവു സെന്റർ ഫോർവേഡിൽ ബറ്റാലിയൻസിന് വേണ്ടി ബൂട്ട് കെട്ടും. അതുപോലെ തന്നെ സൈബറിന് വേണ്ടി ബറ്റാലിയൻസിന്റെ ക്യാപ്റ്റനായിരുന്ന ഷെരീഫ് KK ആണ് ഇപ്രാവശ്യം സൈബർ കോടികൾ മുടക്കിക്കൊണ്ട് അവരെ സ്വന്തമാക്കി കഴിഞ്ഞു. ഫ്രണ്ട്സിൽ വന്നിട്ടുള്ളത് ജംഷീർ MP. ജംഷീർ MP ₹100 നൗഷാദ്. ജംഷീർ MP ബറ്റാലിയൻസ് സൈബർ 200. സൈബർ
Jamshedpur 200 Cyber 300 battalions. Cyber 400. Cyber battalions 500. Battalions. First call, second call, final call. 500 രൂപയ്ക്ക് ബറ്റാലിയൻസ് ജംഷീറിനെ സ്വന്തമാക്കിയിരിക്കുന്നു. മാനേജർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. എമൗണ്ട് 10,000 രൂപയാണ്. അതിൽ 500 രൂപയ്ക്ക് ബറ്റാലിയൻസ് ജംഷീറിനെ സ്വന്തമാക്കി കഴിഞ്ഞു. നെക്സ്റ്റ് അടിസ്ഥാന വില 100 രൂപ. സൈബർ 200, 300 വാരിയേഴ്സ് സ്റ്റാർ ലെവൽസ് 400, 500 സൈബർ 500 സൈബർ. ഫസ്റ്റ് കോൾ വാരിയേഴ്സ് 600, സൈബർ 700, സൈബർ 700 കുഞ്ഞാലിക്കുട്ടി സ്റ്റോപ്പറിൽ. വാരിയേഴ്സ് 800, സൈബർ 900, സൈബർ 900. ഫസ്റ്റ് കോൾ വാരിയേഴ്സ് 1000, ബറ്റാലിയൻസ് 1200, ബറ്റാലിയൻസ് 1200, സൈബർ 1400, സൈബർ 1400. ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ.